നമുക്കിന്ന് കുറച്ച് ഗ്രാമർ നോക്കിയാലോ? അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ബേസ് ആയിട്ടുള്ള നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്ന് തുടങ്ങാം. പാർട്സ് ഓഫ് സ്പീച്ച് 8 നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ബ്രീഫ് എക്സ്പ്ലനേഷൻ നോക്കിയാലോ? നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ സാധനത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. അതായത് ട്രിവാൻഡ്രം, ക്യാറ്റ്, ബുക്ക്, അതല്ല. ഇനി പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരം യൂസ് ചെയ്യുന്നത് ഹീ, ഷീ, ഇറ്റ്. ഇനി വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷനെ കാണിക്കുന്നതിന് നമ്മൾ വേർബ് എന്ന് പറയുന്നത് സ്ലീപ്പ്, വോക്ക്, അതല്ല. ഇനി അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെയും പ്രോനൗണിനെയും മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അതായത് ഹാപ്പി, സാഡ്. ഇനി അടുത്തത് ആഡ്വേർബ്. ആഡ്വേർബ് എന്ന് പറയുമ്പം വേർബിനെയും അഡ്ജക്റ്റീവിനെയും മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെർബ്. അത് ക്വിക്ക്ലി, സ്ലോലി, വെരി വെൽ. ഇനി അടുത്ത പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസിലെ നൗണിനെയും പ്രോനൗണും അതേ ബാക്കിയുള്ള വേർഡ്സിൻ്റെയും റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഇൻ, ഓൺ, ഫോർ, അതൊക്കെ. ഇനി കൺജങ്ഷൻ എന്ന് പറയുന്നത് ഒരു വേർഡ് കണക്റ്ററാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ആൻഡ്, ബട്ട്, ഇഫ്, അതൊക്കെ. ഇനി ഇൻ്റർജങ്ഷൻ എന്ന് പറയുന്നത് വേർഡിൻ്റെയോ ഫ്രേസിൻ്റെയോ സ്ട്രോങ് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഇൻ്റർജങ്ഷൻ. വാവ്, ഹോ, അങ്ങനത്തെ ഉള്ള വേർഡ്സ്.